ജി തീർച്ചയായിട്ടും അതിൻ്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ശ്രീ അനൂപ് പറഞ്ഞിരിക്കുന്ന ചില ഉദാഹരണങ്ങളാണ്. ശ്രീ സി അച്യുതമേനോന്റെ കാര്യം, ശ്രീ എ കെ ആന്റണി 2 പ്രാവശ്യം മുഖ്യമന്ത്രിയായ കാര്യം, ഈ കാര്യത്തിനെ എല്ലാം കൊണ്ടുവന്ന് അദ്ദേഹം ഒരു സമീകരണത്തിന് ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ പറയാൻ ശ്രമിച്ചത് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന MLA-മാർ മുഖ്യമന്ത്രിയാകാൻ അയോഗ്യരായതുകൊണ്ടല്ല പുറമേക്ക് ഇരുന്ന ഒരാളിനെ കൊണ്ടുവരുന്നത് എന്നാണ് അദ്ദേഹം ഇവിടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷേ ശ്രീ അനൂപ് ഇവിടെ കൺവീനിയന്റ് ആയിട്ട് മറന്നു പോകുന്ന അല്ലെങ്കിൽ പറയാത്തൊരു കാര്യമുണ്ട്. അത് ഒരു കളി നിയമത്തിനെ കുറിച്ചാണ്. അതായത് അച്യുതമേനോന്റെ സമയത്തോ ആന്റണിയുടെ സമയത്തോ ഉണ്ടായിരുന്നതല്ലാത്ത ഒരു കളി നിയമം ഇത്തവണ പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുന്നത്. ആ കളി നിയമം എന്തായിരുന്നെന്ന് ശ്രീ അനൂപിന് നന്നായിട്ട് അറിയാം. അതായത് നിലവിൽ MP-മാരായിട്ടുള്ള ആൾക്കാരും തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു ആ കളി നിയമം. അപ്പൊ നമ്മൾ കളി നിയമം സെറ്റ് ചെയ്തതിനു ശേഷം കളി ആരംഭിക്കുന്നു. എന്നൊരു കളിയിൽ ഈ കുറേയധികം ആൾക്കാർ ജയിക്കുന്നു, കുറേയധികം ആൾക്കാർ തോൽക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം കളി നിയമത്തിനെ മാറ്റി എഴുതിക്കൊണ്ട് കപ്പ് മേടിക്കാനായിട്ട് മറ്റൊരാളിനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തിന്റെ ഭൂഷണമാണോ? അത് ഭരണഘടനയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു പ്രൊവിഷൻ എഴുതി ചേർത്തെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ എതിർക്കാതിരിക്കുകയുള്ളൂ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് യുക്തിസഹമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രീ KC വേണുഗോപാൽ ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകേണ്ടുന്ന സാഹചര്യമുണ്ട് എങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം 6 മാസത്തിനകം അദ്ദേഹം ജനവിധി തേടണം. അപ്പോൾ അദ്ദേഹം ലോക്സഭയിലെ സ്ഥാനം രാജിവെക്കണം. എന്നിട്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസ് സീറ്റിൽ നിലവിൽ ജയിച്ചു വന്നിരിക്കുന്ന ആളിനെ രാജിവെപ്പിക്കണം. എന്നിട്ട് അദ്ദേഹം അവിടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് ജയിക്കുകയും വേണം. അപ്പൊ അത് ചെയ്യേണ്ടുന്ന സാഹചര്യം ഇവിടെ ഉണ്ടോ? ആ സാഹചര്യം കോൺഗ്രസ് ആന്റിസിപ്പേറ്റ് ചെയ്തിരുന്നോ? അതിനെക്കുറിച്ച് കോൺഗ്രസ് എന്താണ് പറഞ്ഞിരുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. 2, അങ്ങനെ കളി കഴിഞ്ഞതിന് ശേഷം, കപ്പടിച്ചതിന് ശേഷം കപ്പ് വാങ്ങാനായിട്ട് കളി നിയമം മാറ്റി എഴുതുകയാണ് എങ്കിൽ ഇതേ കളിക്ക് വേണ്ടിയിട്ട് കളി നിയമം ആദ്യമേ തന്നെ പരിഷ്കരിക്കണമെന്ന് പറഞ്ഞിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ കണ്ണൂരിൽ ശ്രീ K. സുധാകരൻ ഉണ്ടായിരുന്നു, കോന്നിയിൽ ശ്രീ അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് മറ്റ് 2 MP-മാർക്ക് കൂടി, കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച MP-മാർക്ക് കൂടി ഇത്തവണ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നാണ്. അപ്പൊ ആ സമയത്ത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ്, ആ ഹൈക്കമാൻഡിൽ ശ്രീ KC വേണുഗോപാൽ ഉണ്ട് എന്നാലോചിക്കണം. അപ്പൊ രാഹുൽ ഗാന്ധി മാത്രമല്ല, മല്ലികാർജ്ജുൻ ഖാർഗെ മാത്രമല്ല, സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ അടക്കമെടുത്തിരുന്ന തീരുമാനമാണ് MP-മാരാരും തന്നെ മത്സരിക്കേണ്ടതില്ല എന്ന്. എന്നിട്ട് അവസാനം കപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരാൾ വരിക എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് നിയമം മാറ്റി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം മോശമാണ്, നാണക്കേടാണ്, അത് ജനാധിപത്യപരമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് എഴുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതി വെച്ചിട്ടില്ല. അപ്പൊ അത് ശരിയായിട്ടുള്ള മാൻഡേറ്റ് ആണോ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ രാഷ്ട്രീയത്തിലുള്ള ഒരു യുക്തിയുണ്ട്, രാഷ്ട്രീയത്തിൽ നമ്മൾ പുലർത്തേണ്ടതായിട്ടുള്ള ഒരു ധാർമ്മികതയുണ്ട്. ഈ കാര്യങ്ങളൊന്നും എവിടെയും ആരും എഴുതണമെന്നില്ല. TVK തമിഴ്നാട്ടിൽ ആരെങ്കിലും അവർ ഗവൺമെന്റ് ഫോം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ മജോറിറ്റിയിലേക്ക് എത്തുന്നതിന് ഏതെങ്കിലും ഒരു ഒറ്റ MLA ഉള്ള ഒരു പാർട്ടി അവർ ഹയർ ചെയ്യുന്നു. അദ്ദേഹം പറയുകയാണ് എനിക്ക് ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയാകണം എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി ആയെങ്കിൽ മാത്രമേ ഞാൻ ഈ സപ്പോർട്ട് നൽകുകയുള്ളൂ എന്ന് പറഞ്ഞാലോ, ജനങ്ങളുടെ മാൻഡേറ്റ് അതിനാണോ? നമ്മുടെ ഭരണഘടന നോക്കിക്കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ജനങ്ങളുടെ മാൻഡേറ്റ് അതാണോ അല്ലയോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. തന്നെയുമല്ല, ശ്രീ KC വേണുഗോപാലിന്റെ തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പ്രതികരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. ഇപ്പൊ PG എന്നോട് ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ശ്രീ KC വേണുഗോപാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട്, തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നതിനെ കുറിച്ച് വിശദീകരിച്ചു. അതെല്ലാം തന്നെ ഒരു സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ്. അത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിലാണെങ്കിൽ, അജണ്ട സെറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ, ആൾക്കാർക്ക് വേണ്ടുന്ന ആളും അർത്ഥവും നൽകുന്ന കാര്യത്തിലാണെങ്കിൽ, അതൊക്കെ തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ കൂടി സ്റ്റേറ്റിൽ, അതും ഇത്തവണ ഭരണം ഉറപ്പായും പിടിക്കണം എന്ന താല്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്ന സമയത്ത് നിശ്ചയമായും ചെയ്യേണ്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെ ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ വോട്ട് ചെയ്തത് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനല്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ കോൺഗ്രസിന് ഒരു അജണ്ട ഉണ്ടായിരുന്നു. അത് കൂടാതെ ഇനി കോൺഗ്രസ് പ്രത്യേകിച്ച് അജണ്ട മുന്നിൽ വെച്ചാലും ഇല്ലെങ്കിലും ആൾക്കാർ ഇവിടെ 10 വർഷത്തെ ഒരു ഭരണത്തിൽ പൊറുതിമുട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഭരണം മാറണം എന്നുള്ള ഒരു താല്പര്യമായിരുന്നു. കോൺഗ്രസ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക മുഖത്തിന്റെ മുന്നിൽ വെച്ചിട്ടല്ല, ഏതെങ്കിലും ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ചിട്ടല്ല, മറിച്ച് ജനവിരുദ്ധമായിട്ടുള്ള ഒരു ഭരണമാണ് ഇവിടെ ഉള്ളത്. അതിന് അറുതി ഉണ്ടാകണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ നാച്ചുറലായിട്ട് ആ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിരുന്ന മികച്ച വിജയം നേടിയിരിക്കുന്ന മറ്റാൾക്കാർ ഇവിടെ ഉണ്ട്. അതിൽ ഒന്നാമൻ ശ്രീ VD സതീശൻ എന്ന് പറയാം. അതേ തുല്യ സ്ഥാനത്ത് തന്നെ പ്രചരണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല ഉണ്ട് എന്ന് പറയാം. രണ്ടാമനായിട്ട് വേണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച KPCCയുടെ അധ്യക്ഷനുണ്ട് എന്ന് പറയാം. ഇങ്ങനെ നിരവധി ആൾക്കാരുണ്ട്. ഇവരൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ തിളക്കമാർന്ന ജയം നേടി പ്രതിപക്ഷത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെ പരാജയപ്പെടുത്തി വന്നിരിക്കുകയാണ്.
അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉള്ളപ്പോ കേപ്പബിൾ ആയിട്ട് മൊത്തത്തിൽ UDF-ന് 102 സീറ്റ് കിട്ടുമ്പോൾ 63 സീറ്റുകൾ ഒറ്റയ്ക്ക് കോൺഗ്രസിന് തന്നെ കിട്ടുന്ന സമയത്ത് മറ്റൊരു സ്ഥാനാർത്ഥിയെ ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് കൊണ്ടുവരേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഞാനത് ഉണ്ട് എന്ന് കരുതുന്നില്ല. ആൾക്കാരുടെ മാൻഡേറ്റ് അതിനായിരുന്നില്ല. തന്നെയുമല്ല, ശ്രീ KC വേണുഗോപാൽ ഈ പ്രചരണ സമയത്ത് തന്നെ പല മാധ്യമങ്ങൾക്ക് നൽകിയിരുന്ന അഭിമുഖങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താണ്? താൻ മുഖ്യമന്ത്രിയാവുക എന്നുള്ള ഒരു പ്രശ്നമേ ഇവിടെ ഇല്ല, തനിക്കതിൽ പ്രത്യേകിച്ച് താല്പര്യവുമില്ല, തന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയെ അധികാരത്തിൽ കയറ്റുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നാണ്. അതാണ് അല്പം മുമ്പ് PG പറഞ്ഞത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രത്യേക ഗൂഢലക്ഷ്യം ഉണ്ടായിരുന്നില്ല എങ്കിൽ, നിങ്ങളുടെ അജണ്ട ക്ലിയർ ആയിരുന്നുവെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ട് വന്നിരിക്കുന്ന ജനപ്രതിനിധികളിൽ ഒരാളായിരിക്കും മുഖ്യമന്ത്രി എന്നായിരുന്നുവെങ്കിൽ, അതിനുവേണ്ടി ഒരു MP രാജിവെക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് നിങ്ങൾ കളി നിയമം എഴുതിയിരുന്നത് എങ്കിൽ, ജയിച്ചതിന് ശേഷം ഈ നാടകം കാണിക്കുന്നത് ജനങ്ങളെ വട്ടാക്കുന്നതിന് തുല്യമാണ്, ജനങ്ങളെ വെട്ടികളാക്കുന്നതിന് തുല്യമാണ് എന്നത് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ അത് മാത്രമല്ല, ചില ഫ്ലക്സിനെ കുറിച്ച് പറഞ്ഞു. സംസ്ഥാനത്തുടനീളം 100 മീറ്റർ വ്യത്യാസത്തിൽ ഉയർന്ന മുഖ്യമന്ത്രിയുടെ ഫ്ലക്സ് ആണ്, കൂറ്റൻ ഫ്ലക്സുകളാണ് UDF-നെ വിജയിപ്പിച്ചത്, കോൺഗ്രസിനെ വിജയിപ്പിച്ചതെന്ന് പറയുന്നു. പക്ഷേ വോട്ടുകൾ പെട്ടിയിലായതിനു ശേഷം ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ അതിനേക്കാട്ടിലും കൂറ്റൻ ഫ്ലക്സുകൾ വെച്ച് ഒരു മടിയുമില്ലാതെ പരസ്യമായി ലേലം വിളിക്കുന്നതിന് തുല്യമായി മുറവിളി കൂട്ടുകയാണ് ആര് അധികാരത്തിന്റെ മധുരം നുണയണമെന്ന്.